ഉസ്താദ് പറഞ്ഞു, അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് തരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വിറയലും വന്ന് ഏകദേശം സക്കറാത്തിന്റെ സമയത്ത് ബദരീങ്ങളെന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളെന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളെന്ന് വിളിച്ച് അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ അമ്മ മരിച്ചു. ഇതിന്റെ വിധി എന്താണെന്ന് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിന് ഒരു അനുഭവം വിവരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്. ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം